രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഔദ്യോഗിക വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, നേരത്തെ വോട്ട് ചോരിയുടെ ആദ്യ ആരോപണത്തിൽ ഒരുപാട് വൈകിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വോട്ടർമാരെ ഒഴിവാക്കിയെന്ന ആരോപണത്തിൽ പ്രതികരണവും ഔദ്യോഗികമായ വിശദീകരണവും വേഗത്തിലാണ്. എന്താണ് രാഹുലിന്റെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി? സുഹൈൽ, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനൌദ്യോഗികമായി ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. അതിൽ വിശദീകരണവും നൽകിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആലന്ദിലെ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR നമ്പർ അടക്കമുള്ള വിശദാംശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത് എങ്കിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണ കുറിപ്പിൽ അറിയിക്കുന്നത് 2022 ഡിസംബറിൽ കർണാടകയിലെ ഈ ആലന്ദ് മണ്ഡലത്തിലെ 6018 വോട്ടുകൾ അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോം 7 അനുസരിച്ചുള്ള അപേക്ഷ NVSP, VHA, ഗരുഡ് എന്നീ ആപ്പുകൾ വഴി ലഭിച്ചു. എന്നാൽ ഇത്രത്തോളം വലിയ തരത്തിലുള്ള പരാതികൾ ലഭിച്ച ഘട്ടത്തിൽ സംശയം തോന്നുകയും അവ സൂക്ഷ്മ പരിശോധന നടത്തിയതിൽ നിന്നും 24 അപേക്ഷകൾ മാത്രമാണ് യഥാർത്ഥം എന്ന് കണ്ടെത്തുകയും മറ്റ് 5994 അപേക്ഷകൾ തെറ്റാണെന്ന് കണ്ടെത്തി തുടർന്ന് ആ 24 അപേക്ഷകൾ സ്വീകരിക്കുകയും മറ്റ് 5994 തെറ്റായ അപേക്ഷകൾ തള്ളുകയും ചെയ്തു. അതായത് രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ 6018 വോട്ടുകൾ നീക്കം ചെയ്തിട്ടില്ല എന്നും മറിച്ച് 24 വോട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തത്. മറ്റ് 5994 വോട്ടുകൾ നീക്കം ചെയ്യാതെ അത് വോട്ടർ പട്ടികയിൽ തുടർന്നു എന്നുമാണ്. തുടർന്ന് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുകയും അതിൽ ആലന്ദ പോലീസ് സ്റ്റേഷനിൽ ഫെബ്രുവരി 21 FIR രജിസ്റ്റർ ചെയ്തു എന്നും FIR നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നു. സുഹൈൽ, ഫോം 7 ഉപയോഗിച്ചെത്തിയ വ്യാജ അപേക്ഷകളുടെ IP അഡ്രസ് അടക്കം കർണാടക CID ചോദിച്ചിരുന്നു. ഇതടക്കം നൽകിയില്ലെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത്. ഇതിലടക്കം മറുപടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.